ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ നോമ്പ് ധ്യാനങ്ങളുടെ ഭാഗമായി ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? BC 8-ാം നൂറ്റാണ്ടിൽ യഹൂദയിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു പ്രവാചകനായിരുന്നു മീഖ പ്രവാചകൻ. BC 8-ാം നൂറ്റാണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിരുന്നു. രാജ്യം അതിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി നേടുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 8-ാം നൂറ്റാണ്ട്. എന്നാൽ ഒരു വശത്ത് സാമ്പത്തിക രാഷ്ട്രീയ പുരോഗതി കൈവരിക്കുമ്പോൾ മറുവശത്ത് രാജ്യം അഴിമതിയിലും ആത്മീകമായ തകർച്ചയിലും ആയിത്തീരുന്നത് പ്രവാചകൻ കാണുകയാണ്. അങ്ങനെ ആത്മീകമായി തകർന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകൻ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നു. 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് പ്രവാചകൻ വർണ്ണിക്കുന്നുണ്ട്. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിൻ്റെ തലവന്മാർ. അതിനുശേഷം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. ദൈവജനം ദൈവത്തിൻ്റെ നീതിയോട് ചേർന്ന് നടക്കാതെ നീതിയെയും ന്യായത്തെയും മറച്ചു കളയുകയും അന്യായം പ്രവർത്തിക്കുന്നവരായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവ നീതിയിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ ആരാധനകളും അവരുടെ യാഗങ്ങളും ദൈവത്തിന് പ്രസാദമായി തീരുന്നില്ല എന്ന് പ്രവാചകൻ ശക്തമായി അവരോട് സംസാരിക്കുകയാണ്. കാരണം ദൈവ നീതിയിൽ നിന്ന് അവർ അകന്ന് പോയിരിക്കുന്നു. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ ജീവിതങ്ങളിലും ദൈവനീതി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആരാധനകളും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ജീവിതങ്ങളും ദൈവത്തെ പ്രസാദകരമായ യാഗമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം തീരണമെങ്കിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും വക്താക്കളായി നാം മാറുമ്പോൾ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഹെൻറി ഡ്രമ്മണ്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മിഷണറിയെക്കുറിച്ച് ഇപ്രകാരം ഒരു കഥയുണ്ട്. ജപ്പാനിലെ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തതിന് ശേഷം ഡ്രമ്മണ്ട് മടങ്ങി തൻ്റെ സ്വദേശത്തേക്ക് പോകുന്ന സമയം ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, "വാട്ട് ഷാൽ ഐ ടെൽ ദ ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ പീപ്പിൾ വെൻ ഐ റീച്ച് ഹോം?" ഞാൻ സ്വദേശത്ത് മടങ്ങിയെത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? സമർത്ഥനായ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, "ടെൽ ദം, ഡോക്ടർ ഡ്രമ്മണ്ട്, to send us no more creeds and doctrines. We are sick of them, but send us Christ." ഞങ്ങൾക്ക് ആവശ്യം വിശ്വാസ പ്രഖ്യാപനങ്ങളല്ല, ഞങ്ങൾക്ക് ആവശ്യം സൈദ്ധാന്തികമായിട്ടുള്ള പഠനങ്ങളല്ല, ഞങ്ങൾക്ക് ആവശ്യം ക്രിസ്തുവിനെയാണ്. ദൈവത്തിൻ്റെ നീതി പ്രവർത്തിച്ച് ജീവനർപ്പിച്ച ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകുക. ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവനീതി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഈ നോമ്പ് ദൈവനീതിയുടെ പക്ഷം പിടിക്കുന്ന അവസ്ഥയായി തീരുവാൻ, അനുഭവങ്ങളായി തീരുവാൻ നമുക്ക് കഴിയേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നോമ്പ് കാലഘട്ടത്തിൽ അവിടുത്തെ നീതി ജീവിതങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രാവർത്തികമാക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ